ഫോൺ അടിക്കുന്ന ഒന്ന് എടുക്ക് ക്ലീറ്റോ. ഇനിയിപ്പോ ഈ രാത്രി ആര് വിളിക്കാ നീ? അൻസാറാണത്. ഇംഗ്ലീഷ് പറഞ്ഞോ. പ്രസിഡന്റ് ഈ നേരത്ത്. നമസ്കാരം. ഇല്ല, കിടന്നില്ല. ഓ, മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. 11-ാം തീയതി 6 മണിക്ക്. 6-ാം തീയതി 11 മണിക്ക്. നാളെയാ? ഓ, നാളെ 6 നാളെയാണല്ലേ? അയ്യോ പ്രസിഡന്റ്, ഞാൻ 11-ാം തീയതി 6 മണിക്കെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. ഇല്ല, എത്തും. പിന്നെ ഇല്ല, അത് കുഴപ്പമില്ല. ഇല്ല, വേറെ പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. ഓ പ്രസിഡന്റ്, ആയിക്കോട്ടെ. നാളെ കാണാം. ഓ ശരി പ്രസിഡന്റ്. ഓക്കെ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. തങ്കം, ഓ, നീ വന്ന് പൊടി അരിക്കും. എന്ത് ഇങ്ങോട്ട് വാ. ഇതൊരു അബദ്ധം പറ്റിയ നാളെ ഇപ്പോഴുള്ളല്ലേ അബദ്ധം. നീ കളിക്കില്ലേ? എന്തുവാ? നമ്മുടെ പാർട്ടിയുടെ ഒരു നിർണായക മീറ്റിംഗ് എന്നോട് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് 11-ാം തീയതി 6 മണിക്കാണെന്ന്. സംഗതി 6-ാം തീയതി 11 മണിക്ക്, അതായത് നാളെ. നാളെ പോണോന്ന് പറഞ്ഞാ ഇങ്ങോട്ട് ഇരിക്കേ. നാളത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ചില പദവികളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് അടുത്ത ആളുകളിലേക്ക് കൈമാറുന്നതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗാണ്. നിങ്ങളുടെ പാർട്ടിക്ക് മാത്രം പദവി എന്താ ഉള്ളത്? എന്ത് നീ തമാശ കളിക്കണ? 4-3-7 പേരല്ലേ ഉള്ളൂ. മതി, നല്ലത് കുറച്ച് മതി. കേന്ദ്രത്തിൽ നിന്ന് ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഞാനേ ആകെ കൺഫ്യൂഷൻ. എൻ്റെ മനസ്സിൽ 11 പറഞ്ഞിരിക്കുകയാണ്. അതെ, പാർട്ടി സെക്രട്ടറി സ്ഥാനമൊക്കെ മറിയാൻ പോവുകയാണ്. അതിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ നാളത്തെ മീറ്റിങ്ങിലാണ് നടക്കുന്നത്. പ്രസിഡന്റിനോട് രഹസ്യമായിട്ട് പറഞ്ഞത് ഏതാണ്ട് പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ വരുന്നയാൾ ഞാനായിരിക്കുമെന്നാണ്. ആരോടും പറഞ്ഞേക്കില്ല. ഇനി അത് ഒന്ന് വിളമ്പിക്കോ. പറഞ്ഞെന്താന്നല്ല, ഇപ്പൊ ആഭ്യന്തര കാര്യമല്ലേ നടക്കാൻ. പാർട്ടിയുടെ രഹസ്യങ്ങളൊന്നും പുറത്തു സെക്രട്ടറി ആയപ്പോ എന്താ പ്രയോജനം? അതൊക്കെ കൊണ്ട് ആയി കഴിയുമ്പോൾ നീ നോക്കിക്കോ. എനിക്ക് കുറേമാരുടെ മുമ്പിൽ നിന്ന് നെളിഞ്ഞു നിൽക്കണം. സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഒരു തുറന്ന ജീപ്പ് എടുക്കും, പാലായി പോയി കുറേമാരുണ്ട്. അവിടെ ഞാനൊരു സീറ്റ് വെച്ചിട്ട് തന്നില്ല. അമ്മമാരെ മുമ്പിൽ ഇരിക്കുക, തുറന്ന ജീപ്പിൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി. നീ വേണം എന്റെ സൈഡില്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പാവം തോന്നുന്നു. എന്തൊരു നിഷ്കളങ്കനായിട്ട്. തങ്കം, ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥാനത്തേക്ക് ആവുമ്പോഴേ ഇത്രയും വർഷത്തെ പ്രയത്നമല്ലേടി. വർഷം എത്രയായി ഈ പാർട്ടി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഒരു നല്ലൊരു ഫലം കിട്ടി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഉടനെ വരും MLA. നാളെ മീറ്റിങ്ങിന് ഞാൻ പോവും. അല്ല മുണ്ട് ഷർട്ട് അവിടെ ഉണ്ടല്ലോ. അത് അല്ല, അത് അഴുക്കായി കിടക്കാണ്. അതറിയാനൊന്നും പോണൊന്നുമില്ല. അത് പറ്റൂല. അറിയൂലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചെന്ന് കയറുമ്പോഴേ അതിന്റെ ഗമയിലൊക്കെ ചെന്ന് പഴയതിട്ടുണ്ട് പോയാ പോരെ. നീ തമാശ കളിക്കില്ലേ? അതെടുത്ത് നനച്ചിട്ട് നാളെ നാളെ രാവിലെ ഒന്ന് തേപ്പ് കൂട്ടി എടുത്തിട്ട് തേപ്പം കൂടെ തേക്കുമ്പോ നീ ഇച്ചിരി കഞ്ഞി മുക്കി അങ്ങോട്ട് ഇട്. രാവിലെ തേക്കട കാര്യം ഞാൻ കഞ്ഞി മുക്കിയ നാറ് നല്ലോണം ഉണങ്ങിയില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനേ നീ അങ്ങനെ രാത്രി ഞാൻ പൊടി അരിച്ചു വെച്ചിട്ടില്ല. എന്റെ തങ്ക, എന്റെ പൊന്നു മോളെ, നീ അങ്ങനെ പറയല്ലേ. നീ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കഴിക്കങ്ങട്. എന്തുവാ ക്ലീറ്റോ ഈ രാത്രി? എടി, നമ്മളെ ഭാവി പാർട്ടി സെക്രട്ടറി, നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കെട്ടിയും പാർട്ടി സെക്രട്ടറി ആണെന്ന് പറയുമ്പം അല്ല പാർട്ടി സെക്രട്ടറി. തങ്കം, അയൺ ബോക്സ് എടുത്ത് കുത്തിയേക്ക്. തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് ഇവിടെ ഇട്ടിരുന്ന ഷർട്ട് എവിടെ? മുണ്ട് ഷർട്ട് എവിടെ? ഇവിടെ കഴുകിട്ടിരുന്ന അയല് അവിടെ ഉണ്ട്. ആ ഫ്രണ്ടിലത്തെ അയലുണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ അയൽ നോക്കട്ടെ. ഇല്ലാന്ന് പറഞ്ഞ എവിടെ? നോക്കട്ടെ. എവിടെ നോക്കാം? ഞാൻ ഇവിടെ ഇട്ടിരുന്നല്ലേ ഉണങ്ങാതെ. എന്റെ മുണ്ട് ഷർട്ട് കാണാമല്ലോ അളിയാ. 11 മണിക്ക് മീറ്റിംഗ് ഉള്ളതാണ്. ഏത് മറ്റേ വെള്ളേ? ഓ, അത് മൊത്തം കറ പിടിച്ചില്ലേ അളിയാ? കുറെ നാളുകൊണ്ടിരിക്കുന്നു. പിന്നെ നീ ചെയ്ത കറ കളഞ്ഞിട്ട് പുതിയ വേടിയില്ലേ? പുതിയ വർഷമല്ലേ? എവിടെ ഇത് തങ്കം?
ഓ എടി നീ ഏത് അഴയ തുണി അടക്കണ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വെച്ചോട്ടെ. ഞാൻ നീ ആ പാത്രം വെച്ച് കളിച്ചോണ്ടിരിക്കുക. എനിക്ക് മീറ്റിങ്ങിന് പോകാൻ സമയമായി. എന്റെ ക്ലീറ്റോ ഇവിടുത്തെ അഴയിലിട്ടേക്കുന്ന ക്ലീറ്റോന് കാണാൻ പറ്റില്ലേ? അവിടുത്തെ അഴയെ കാണാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണത്. ഞാനല്ലേ അവിടെ ഇന്നലെ രാത്രി വിരിച്ചത്. നീ രാത്രി വിരിച്ച് രാവിലെ ഞാൻ ഉറക്കണിട്ട് ഉടനെ ഞാൻ കണ്ടു. പിന്നെ അതെവിടെ പോയി? ഒരു കാര്യം ചെയ്ത അലമാരിലൊന്ന് പോയി നോക്കിക്കേ. ആ അലമാരയിൽ നീ എടുത്തോണ്ട് വെച്ചോ. ഞാൻ വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാമോ? നീ എടുത്തോണ്ട് വെക്കോ. ഞാൻ വെച്ചില്ല. നിങ്ങൾ പെടക്കാതിരിക്കെ കിട്ടും. എനിക്ക് പെടച്ചേ പറ്റുള്ളൂ. എന്തൊരു ശല്യമായത്. പിന്നെ അത് തന്നത്തെ നടന്ന അതിനകത്ത് വരുമല്ലേ? ഇതിനകത്തില്ലല്ലോ. അതിനകത്ത് ഇല്ല. എന്റെ ദൈവമേ, ശരിക്കും നോക്കിയ അതിനകത്ത്. നീ പോയി നോക്കടി പോ. എന്ത് ദൈവമേ, കൊല്ലോ നിങ്ങളൊരു ഷർട്ടിനും മുണ്ടിനും വേണ്ടി. എനിക്ക് എന്റെ ഷർട്ടും മുണ്ടും കിട്ടിയില്ലെങ്കിൽ മീറ്റ് അറിയാലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എവിടെ വെച്ചാൽ എടുത്തോളാ പോയി. ക്ലീറ്റോ ചെലപ്പോഴേ കനകൻ ക്ലീറ്റോനെ പറ്റിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടാ. അന്നത്തെ പോലെ എന്തിന് പണ്ട് ഇതേപോലെ ഓർക്കല്ലേ ക്ലീറ്റോന്റെ മുണ്ട് ഷർട്ട് എടുത്ത് മാറ്റി. ഞാൻ ചോദിച്ചോട്ടെ, അവൻ എന്തിനു പറ്റിക്കാനും തമാശ കളിക്കാനുള്ളതാണ് എന്റെ പാർട്ടി, എന്റെ പ്രസ്ഥാനം, എന്റെ മുണ്ട് ഷർട്ടും. അവനെ മര്യാദക്ക് ചോദിച്ചത്. എന്താണ് നിന്റെ ഉദ്ദേശം? പത്രം വായിക്കുന്നു. തമാശ കളിക്കരുത്. പത്രം വായിക്കുന്നത് എന്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. ചായ എന്റെ മുണ്ട് ഷർട്ട് എടുക്കാൻ. എന്റെ മുണ്ട് ഷർട്ടോ? കനക ആ യൂണിഫോം എടുത്തു കൊടുത്തേ. അതാ പറയണ്ടേ. ഞാൻ പറഞ്ഞു തമാശ കളിക്കുന്നത് ഒരു നേരം കാലമില്ല. ഞാൻ ഈ പോവാൻ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കഴിയിട്ടുള്ള സാധനം അതിനിടയ്ക്ക് കാണാനില്ലെന്നുള്ള ഇന്നത്തെ മീറ്റിംഗിൽ ഇത് നിന്റെ പോസ്റ്റേ കയറുന്ന യൂണിഫോം. ഇതല്ല ക്ലീറ്റോന്റെ പാർട്ടിയുടെ യൂണിഫോം കൊടുക്കാൻ. നിനക്ക് അറിഞ്ഞൂടാ അതിന്റെ പ്രത്യേകത. ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ ജീവിതം മാറി മറിയണ മീറ്റിംഗാണ്. ദയവ് ചെയ്ത് ഞാൻ കാല് പിടിക്കണം. അളെ എന്റെ മുണ്ട് ഷർട്ട് എടുത്ത് കളിയാ. ഞാൻ എടുത്തില്ല. നീ കളിക്കരുത് അമ്മ. എന്റെ വെള്ള മുണ്ട് ഷർട്ട് എവ എടുത്ത് അകത്ത് എവിടെ കൊണ്ട് വെച്ചേക്കണേ? എനിക്കിന്ന് പാർട്ടി മീറ്റിംഗ് ഉള്ള തരാൻ പറയാമ്മ. ഞാൻ എടുത്തില്ലമ്മേ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാ നോക്ക്. അവിടെ ഇല്ല. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കഴുകിയിട്ട് വിരിച്ചതാന്നേ. അതെ, ഇന്നലെ രാത്രി നീ എന്റെ അടുത്ത് മീറ്റിങ്ങിനെ കുറിച്ചും പരിപാടിയെ കുറിച്ച് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി. പക്ഷെ ഇങ്ങനെ ഒരു ഉദ്ദേശം നിന്റെ ഉണ്ടിൽ ജമന്തി മോളെ, നീ ഒന്നാമടുത്ത് സ്നേഹത്തോടെ പറഞ്ഞ് കളിക്കാതെ എന്റെ വെള്ളം തരാൻ പറ. ആ പാടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഒന്നാണെങ്കിൽ കീറി പറഞ്ഞ് ആകെ നാശമായി. ഇപ്പൊ ഉള്ളതിൽ വൃത്തിയുള്ള ഒരെണ്ണമാണ് ഞാൻ കഴുകി വിട്ടിട്ടുള്ളത്. ഒരു മുണ്ട് ഷർട്ടും വെച്ചിട്ട് കുടുംബം പോരുന്ന പാടെ എനിക്കേ അറിയാവൂ. ഏട്ടാ എടുത്തേക്ക് കൊടുക്കേട്ടാ. ഞാൻ എടുത്തില്ലേ. എടുത്തു. നിന്റെ ചിരി കണ്ടാലറിയാം നീ എടുത്തുന്നുള്ളത്. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യൻ അതിന്റെ ജീവിതം കളയില്ല. നിനക്ക് അറിഞ്ഞൂടെ എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു മഹത്വം നിനക്ക് അറിഞ്ഞൂടെ? എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കുന്നേ. ഞാൻ എടുത്തില്ലമ്മ. ഇത് എന്ത് ഇന്നാള് ഇതേപോലെ എടുത്തു വെച്ചത് ഓർമ്മയുണ്ടോ അമ്മക്ക്? കൊടുക്കേട്ടാ. വേഷം കണ്ടില്ലേ കരക? നീ തരുന്നുണ്ടായില്ലയോ? ഞാൻ ഞാൻ എടുത്തില്ല. പിന്നെ നീ എന്തിനാ ചിരിക്കണ? എന്തിനാ നീ കള്ളത്തരം കാണിക്കുമ്പോഴാ ചിരിക്കുന്നത്? അതല്ല ഇപ്പൊ യൂണിഫോം വിഷയം പോയിട്ടുണ്ടോ? കനക, നീ തരൂലല്ലേ? എനിക്ക് മനസ്സിലായി. നീ തരൂല. നീ നോക്കോ. എന്നെ പോലെ ഒരു പ്രമുഖ നേതാവിന്റെ മരണത്തിന് ഉത്തരവാദിത്വം നീയാണ്. മതി, എനിക്ക് മതി. ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ജീവിച്ചു മതി. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയേ നമ്മ മണി 9 കഴിഞ്ഞ് മീറ്റിങ്ങിന് നമുക്ക് സമാധാനം. ഞാൻ ഒന്ന് വന്നേ, ഒന്ന് അകത്ത് നോക്കാം. അകത്ത് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ അകത്തുണ്ടാവും. ഞാൻ നോക്കട്ടെ. എന്റെ പൊന്നോ ചാവല്ലേ. ഞാൻ തന്നെ എടുത്ത തരൂല. അമ്മ 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 മോൻ എന്നോട് ചെയ്ത്. അവനിപ്പോ നിങ്ങളെല്ലാം അകത്ത് കയറിയപ്പോ അവൻ അവിടെ നിന്ന് എന്നോട് പറയാ ഞാൻ എടുത്ത് തരൂലെന്ന്. എന്ത് ദ്രോഹമാണമ്മ ഞാൻ അവന് ചെയ്തത്? എന്നെ വെറുതെ അല്ലേടി മനഃപൂർവ്വം പറഞ്ഞെടുത്ത് ഞാൻ എടുത്ത് തരൂലെന്ന്. ചുമ്മാതെ അല്ല അമ്മ, ചുമ്മാ അല്ല. അവനെ എന്നെ എന്ത് ദ്രോഹമാണ് ഞാൻ ഉപദ്രവിക്കുന്നത്. ഞാൻ തമാശ എത്ര നേരം വിചാരിച്ചത് കേട്ടോ. എന്റെ രാഷ്ട്രീയ ഭാവിയുണ്ടല്ലോ
ഇന്നലെ രാത്രി അവൻ എന്നെ കിണ്ടി കളഞ്ഞ് ചോദിച്ചു മീറ്റിംഗ് എവിടെയാ, എപ്പോഴാണ്, എത്ര മണിക്ക്, ആരൊക്കെ വരും, എന്താണ് അതിന്റെ ലക്ഷ്യം എന്നെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചു. എന്തോ ആലോചന. എന്റെ ക്ലീറ്റോ ചേട്ടന്റെ മുണ്ട് ഷർട്ട് ഏട്ടൻ എന്തിനാ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. എന്തിനാണ് എന്നെ നശിപ്പിക്കാൻ? എന്താണെങ്കിലും കഴുകി ഞാൻ മുറ്റത്തിട്ട മുണ്ടാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ആരെങ്കിലും എടുത്തോണ്ട് പോകാതെ അവിടുന്ന് പോവില്ലല്ലോ. പോവില്ല. നാത്തും മടക്കി അകത്തേന് വെച്ചിട്ടുണ്ടാവും. ഒന്നുകൂടെ നോക്കാം. ഞാൻ ചെറുതി മനുഷ്യൻ- ഒന്നുകൂടെ നോക്കാം. അമ്മ, ഇത് ഈ മേലത്തെ ഷർട്ടിലിരിക്കണാണ് ക്ലീറ്റോ ചേട്ടന്റെ ഡ്രസ്. അതൊന്നും അല്ല. ഞാൻ ഇതിനു വേണ്ടി എന്ത് ദ്രോഹം ആർക്ക് ചെയ്തു? ജന്മം തന്നെ ദൈവമേ. അമ്മ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ട് അവൻ ഇങ്ങനെ ചെയ്യണത്. ഒരു വെള്ള മുണ്ട് ഷർട്ടും കൊണ്ട് കുടുംബം പോറ്റണം അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം. പോട്ടെ കാര്യമില്ല. നിനക്ക് പറയാം. അവൻ ചെയ്തത് മഹാദ്രോഹമാണ്. ഞാൻ അവൻ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ എന്ത് ചെയ്ത്? ജമന്തി, നീ കുറച്ച് അവനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ രണ്ടും കെട്ട് എന്തെങ്കിലും ചെയ്യും കേട്ടോ. സമാധാനപ്പെട്. വെള്ള ഷർട്ട് മുണ്ടല്ലേ വേണ്ടുള്ളൂ. ഉണ്ടാ. അമ്മയുടെ ഒരു വെള്ള മുണ്ട് എടുക്കാം. ഷർട്ട് അൻസാറിനെ വിളിച്ചു ചോദിക്കും. അതിന് അൻസാർ വെള്ള ഷർട്ട് ഇടൂലടി. അന്ന് നടരാജനെ വിളിക്കും. നടരാജന്റെ കയ്യിലുണ്ടാവും. നടരാജന്റെ ഷർട്ട് ഞാൻ എവിടെ എടുത്തതാ? എനിക്കത് പാകാവൂല. അതാ പിന്നെ മറ്റേ ചെറുക്കുണ്ടല്ലോ, അത് ഇങ്ങനെ മീശ വെച്ചത്. ബാബുക്കുട്ടനെ വിളിക്കും. ബാബുക്കുട്ട. മതിയായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ദൈവം ചോദിക്കും കേട്ടാ, ഈ കാണിക്കുന്നതിനൊക്കെ. ഞാൻ തോറ്റ്. മീറ്റിംഗ് ബാബുക്കുട്ട എടാതെ നിന്റെ കയ്യില് അധികമായിട്ട് ഒരു മുണ്ട് ഷർട്ടും വെള്ള മീറ്റിംഗിന് ഇടാൻ പാകത്തിന് എനിക്ക് തരാനുണ്ടോ? ഡ്രൈ ക്ലീൻ ചെയ്യണം. എല്ലാം കൂടെ വാരി ഇന്ന് തന്നെ കൊടുത്താടേ. ഒന്നുമില്ല, ഞാൻ മീറ്റിങ്ങിന് വരാം. ഓ, അവൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. അച്ഛന്റെ വില പോയ മുണ്ടും ഷർട്ടും കണ്ടുപിടിക്കണ്ടേ? അതിന് മുണ്ടും ഷർട്ടും കണ്ടുപിടിക്കാനാ? എവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് കടലാസും ചെടിയും ഒന്നായി. കടലാസും ചെടിയും കടലാസ് പേപ്പർ ചെടി അതെടുത്തുണ്ട് വാ. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ എവിടെയോ ഉണ്ടാവും. ഇവിടെ നോക്ക്, ഇതിൽ നോക്ക്, ഇതിൽ നോക്ക്. ഇതിന്റെ ഇടയ്ക്ക് കടലാസ് ചെടി ഇതിലിങ്ങനെ വരും. കടലാസ് പൂവ് അതാ പാർട്ടിയിലൊന്നും ആവാത്ത ഒരു ബോധവും ഇല്ല. സമയമില്ലാതെ നിൽക്കുന്ന സമയത്ത് നോക്ക് എവിടെ ഇതിലെന്ത് നോക്കാൻ? നോക്ക് കടലാസ് ചെടിയിൽ നോക്ക് ക്ലീറ്റോ. കനക നീ ഭയങ്കരനാ കേട്ടോ. എനിക്ക് സമയമില്ല. മീറ്റിംഗ് വേറൊരു പേപ്പർ കിട്ടിയോ? ഇതിനകത്ത് ഇവിടെ മുണ്ടെവിടെ? മാവിൻ ചോട്ടിലെ മണമുള്ള മധുര മാവിൻ ചോട്ടില് മാവൻചോട് മാവ് അവിടെ വെച്ചിട്ടുണ്ടാവും. മാവിൽ എവിടെയാ കൊണ്ടുപോയി? എന്തോ നാടാ നീ കാണിക്കുന്നത്? ആ പിള്ളേർ നീ എവിടെയെല്ലാം തരണം. നീ എഴുതി വെച്ചും കൊണ്ട് അവിടെ ഇവിടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് പിള്ളേർക്ക് എടുത്ത് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ശരിയാക്കി തരാം. ഏട്ടാ എടുത്തെങ്കിൽ മര്യാദക്ക് കൊടുക്കേട്ടാ. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പൊട്ടനാക്കരുത് കനക. എന്റെ ജീവിതം കൊണ്ടാണ് അവൻ കളിക്കുന്നത്. എവിടെ നീ ഇതിലൊന്ന് നോക്ക്. ഞാൻ നോക്കല്ലേ ക്ലീറ്റോ. കനക പറയടാ, ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ? നീ പറയടാ. ഒരു പ്രമുഖന്റെ യാചനയാണ്. എവിടെടാ? എനിക്കറിയാം. ദൈവമേ, പറയളിയാ മാവിൻ ചോട്ടിലെ എനിക്ക് എടാ പറഞ്ഞിട്ട് പോവാനേ. എന്ത് മാവിൻ ചോട്ടെന്ന് എഴുതിയത് എന്താ? അവനെ മാവിന്റെ വീട്ടിൽ പോയി നോക്കണേ. അങ്ങ് മുമ്പോട്ട് പോയി നോക്കി. നമ്മുടെ മാവ് നീ ഇങ്ങോട്ട് വരുമല്ലോ. അവനെവിടെ പോണത്? അവനെ കൂടെ വിളിച്ചോണ്ട് വാ. അവനെ ഞാൻ പറയണില്ല. അമ്മയൊക്കെയാണ് നോക്കിയത്. ജമന്തി കൊള്ളാട്ടോ ഇതെന്തായാലും. എങ്ങോട്ട് പോവാ? വളർത്തുദോഷം. ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യനാ ഞാൻ. എന്ത് മാത്രം നോക്കിയിട്ടാന്നറിയാം മനുഷ്യൻ ഇങ്ങനെ കൊണ്ടു നടക്കണേ. നിങ്ങൾക്ക് പറ്റി കളിക്കാനുള്ള ആളല്ല. സംഭവിച്ചു പോയി. എണിയെടുക്ക്. ഇവൻ ഇതിന്റെ മുകളിൽ എപ്പോ കേറിനാവോ ദൈവമേ. അമ്മ ഇങ്ങോട്ടൊന്ന് വരാമോ? നീ അവിടെ നിൽക്കാണേ. നോക്കിയെടുക്കട്ടെ. നിന്റെ കെട്ടിയാൻ ചെയ്ത പണിയല്ലേ? കെട്ടിയോനാണെങ്കിൽ കെട്ടിയുടെ അടുത്ത് എന്ന് പറയണം. കെട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ. കെട്ടിയിടാ വേണ്ടത്. മണ്ടയിൽ വിളിച്ചു വെച്ച കാര്യം ഇതിന്റെ മണ്ടയിൽ കൂടെ ഞാൻ കെട്ടുന്നു. ആത്മഹത്യ ആവശ്യമില്ലാതൊന്നും കാണിക്കരുത് കേട്ടാ. എന്തിനാ അതിന്റെ മണ്ടയിൽ വിളിച്ചു ചേർന്നത്? മുകളിൽ എങ്ങോട്ട് ക്ലീറ്റ് കയറിപ്പോണ? എനിക്ക് അറിഞ്ഞൂടാ ഇതിന് എവിടെയാണെന്ന്.
മണ്ടയിൽ ആര് കൊണ്ടുപോയി കിട്ടി എന്താ പതുക്കെ ഇറങ്ങി വാ പതുക്കെ ഇറങ്ങി വാ പേപ്പർ എന്റെ കർത്താവേ എന്നെ അങ്ങ് കൊല്ല്. പാർട്ടിയിൽ ഒരു നില എത്തണ്ടേ പതുക്കെ ഞാൻ ഇപ്പൊ ഒരു നിലയിൽ നിൽക്കല്ലേ എടാ അലവലാതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ നോക്കിക്കോ അതെന്തോന്ന് എന്നാ ഞാൻ ഏണി നീ ചാവ് ഡാ, വെടി കൊള്ളാതെ സൂക്ഷിച്ചു. വെടി കൊള്ളാതെ വെടി കൊള്ളാതെ സൂക്ഷിക്കാൻ എന്റെ വെടി വെച്ച് കൊല്ലാൻ പറ അവനടുത്ത്. വെടി കൊള്ളാതെ സൂക്ഷിക്കാൻ പറഞ്ഞെന്താ അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പട്ടാള ക്യാമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവോ ഇനി കളിക്കാൻ പട്ടാള ക്യാമ്പിലായിരിക്കോ പട്ടാള ക്യാമ്പിലാവൂല ക്ലീറ്റോ ക്യാമ്പില് വെടി കൊള്ളാതെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പട്ടാളം വെടി കൊള്ളാതെ സൂക്ഷിച്ചോ. ഹവിൽദാർ മാമൻ ഹവിൽദാർ മാമന്റെ വാ വാ എന്താ നോക്കി നിൽക്കണത് ഹവിൽദാരെ തോക്കിൽ ഉണ്ടാണ്ടമ്മ. ഇന്ന് ആരെങ്കിലും ഒരാളിന്ന് ഇവിടെ അവസാനിക്കും. ഇവിടെ മാമ കണ്ട ഒരു മനുഷ്യനെ എന്നെ പോലെ ഒരു പ്രമുഖനായിട്ട് അവൻ പെടുത്തുന്ന പാട് കണ്ടല്ലോ. കണ്ടല്ലോ എനിക്ക് അറിഞ്ഞോ എന്റെ കെട്ടിയുടെ ജീവൻ നശിപ്പിക്കും മണി എത്രയായി? മണി 10 കഴിഞ്ഞ്. എനിക്ക് 11 മണിക്ക് മീറ്റിംഗ് ആണ്. ഇത് നോക്ക് ഈ ഫോട്ടോ ഒന്ന് എടുത്തേ എന്ത് നോക്കാം? അതിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഒന്ന് മാർക്ക് ക്ലീറ്റ് ഇങ്ങനെ ഇരുന്നാ മതി ക്ലീറ്റിന് പോണ്ടേ അതിലെന്താ അതിന് തൂക്കിയിട്ടിട്ടുണ്ടാ? നോക്കട്ടെ നിങ്ങൾ മാറും അങ്ങോട്ട് അച്ഛാ പിന്നെ അച്ഛനെ തളയാ. എടാ മുതുക്ക, നീ പിള്ളേര് കളി നിർത്ത്. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും. എടാ എവിടെയാ അവൻ? അവനെ തന്നെ കൊല്ലും. സമാധാനപ്പെട് സമാധാനമായിട്ട് ഞാൻ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഞാൻ സമാധാനപ്പെടാം? മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ എടീ, കേന്ദ്രത്തിൽ നിന്നൊക്കെ ആള് വന്ന് ഡൽഹിയിൽ വന്നവരെ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറഞ്ഞ അവരെ ചെലവ് മുഴുവൻ ഞാൻ വഹിക്കേണ്ടി വരും. സുഖമില്ലാതെ കിടക്കുവാണെങ്കിൽ അവർ തഴയോ അതെങ്ങനെ? ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ എത്തുന്നു. ഒന്ന് വിളിച്ചു നോക്കാം പറയോ വേണ്ട എന്താ അമ്മ ഇത് എന്റെ എല്ലാം പോയി. എന്റെ പാർട്ടിയിലെ സാധനമൊക്കെ പോയില്ലേ? ഇല്ല ഇല്ല നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈ ദ്രോഹി? ഇല്ല പൊന്നെ അമ്മ, അമ്മക്ക് മോനില്ലാന്ന് കൂട്ടിക്കോ. ഇല്ല, നിൽക്കൂല. ഞാൻ പറയണ വീട്ടിൽ അതിനെ അടങ്ങി നിൽക്കൂല. സമാധാനായല്ലോ സമാധാനായല്ലോ തമാശ കളിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇത്ര നേരം ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നു വിചാരിച്ചില്ല. അവൻ എന്നെ തോപ്പിച്ചെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ ക്ലീനസ് കാണിച്ചു. അമ്മേ, അമ്മേ വിളിക്കും. ഇങ്ങോട്ട് വന്നേ അതെ, ഈ ക്ലീറ്റസിനെ തോപ്പിക്കാൻ അമ്മയുടെ മോനായിട്ടില്ല. അവന് എന്റെ മുണ്ട് ഷർട്ടും ചിലപ്പോൾ മോഷ്ടിക്കാൻ പറ്റും. എന്റെ ഉള്ളിലെ എന്റെ രാഷ്ട്രീയ ചിന്തകൾ, എന്റെ ആദർശം, എന്റെ ധൈര്യം, ഇതൊന്നും കട്ടെടുക്കാനേ അവനെ കൊണ്ട് പറ്റൂല. ഈ ക്ലീറ്റസ് ഉണ്ടല്ലോ, കുപ്പത്തൊട്ടിയിലെ മാണിക്യം, അത് എവിടെ കിടന്നാലും തിളങ്ങും. അത് അമ്മയുടെ മോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കൊള്ളാം. ക്ലീറ്റസ് പോയിട്ട് എല്ലാം നേടിയെടുത്തിട്ടൊരു വരവുണ്ട്. അവൻ്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചിട്ട് എൻ്റെ ഒരു നിപ്പുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല. പുലികളിക്കോ നമ്മള് അന്നപ്പെട്ട് നോക്കണത് ഇതെന്തോന്ന് പിന്നെ പുതിയ യൂണിഫോം വാങ്ങിയതാ, വെള്ള ഷർട്ടുമുണ്ട്. അടിക്കടാ. ഇതെന്താന്ന് മനസ്സിലായോ? അവന് എന്നോട് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാലുള്ള കുറ്റബോധമാണ്, കുറ്റബോധം. നീ സമ്മതിച്ചല്ലോ. ഇനി എനിക്ക് പരാതിയില്ല, പരിഭവമില്ല, ഒരു വിഷമവും ഇല്ല. വിഷമൊന്നുമില്ലല്ലോ.
അപ്പോൾ ഈ പുതിയ ഷർട്ട് മുണ്ടിട്ടുണ്ടോ? പിന്നെ 2018 അളിയൻ ചെയ്ത കറകളെല്ലാം ആ മുണ്ടിന്റെ ഷർട്ടിൻ്റെ കൂടെ അങ്ങ് പോയിട്ടുണ്ട്. ഇത് പുതിയ വെള്ള മുണ്ടും ഷർട്ടുമാണ്. സമാധാനത്തിന്റെ പ്രതീകമാണ്. അളിയൻ ഒരു പുതിയ മനുഷ്യനായിട്ട്, പുതിയ ആളായിട്ട് 2019 കറ പുരളാത്തൊരു രാഷ്ട്രീയക്കാരനായിട്ട് എൻ്റെ അളിയൻ വരണം. പോയിട്ട് ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറയാം. എൻ്റെ അമ്മ സത്യമായിട്ട് ഞാനല്ല അളിയൻ്റെ മുണ്ട് ഷർട്ട് എടുത്തത്. സത്യമേ? Alien versus Alien.